ശാരികയല്ല, ഇനിയിപ്പം മറ്റേ മുൻഷിയല്ല, ആര് തലകുത്തി നിന്നാലും എനിക്ക് തോന്നുന്നില്ല അനുമോള് കുലുങ്ങുമെന്ന്. ഒരു കാര്യത്തിൽ അനുമോളെ സമ്മതിച്ചേ പറ്റൂ. എൻ്റെ പൊന്നടാവേ, ഇനി അവിടെ മൊത്തം വീട്ടിലുള്ള എല്ലാവരും കൂടെ മദം പൊട്ടി ഇറങ്ങി വന്നാലും അനുമോള് കല്ലുപോലെ നിൽക്കും. ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്തായവരും കരഞ്ഞു പിഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച പോയവരുമൊക്കെ 90 ദിവസം ബിഗ് ബോസിനെ അതിജീവിച്ച് അവിടെ നിൽക്കുന്ന അനുമോളെ പോയിട്ട് ചൊറിയാൻ പോയാ അണ്ണാക്കിൽ പിരിവെട്ടി ഇരിക്കേണ്ടി വരും. ഇപ്പൊ ലൈവ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ശാരികയുടെ മറ്റേ ഹോട്ട് സീറ്റ് മോഡലിൽ പോയിട്ട് അനുമോളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അടിച്ച് നല്ലപോലെ മറുപടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻഷി അവിടെ ഇരുന്ന് ചീഞ്ഞ് പഴുത്ത് നാറുന്നുണ്ട്. അനുമോളെടുത്ത് മറ്റേ ശാരിക പോയിട്ട് ചോദിക്കുകയാണ്, താൻ എന്തിനാ കരയുന്നത്? ഞാൻ വിഷമം വന്നാൽ കരയും, എൻ്റെ ഇമോഷൻസ് ഞാൻ കരഞ്ഞാണ് തീർക്കുന്നതെന്ന് അനുമോള് പറയുന്നു. അപ്പോൾ അത് താൻ എപ്പോഴും ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അത് ചിലപ്പോൾ ഞാൻ കരയുന്ന മാത്രമായിരിക്കും ബിഗ് ബോസ് നിങ്ങളെ കാണിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഉടനെ ശാരിക, അത് നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോഴും താൻ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. ഏത് ബിഗ് ബോസിനകത്ത് കിടന്ന് കരഞ്ഞ് മെഴുകിട്ട് പോയ അതേ ശാരിക തന്നെയാണ്, അല്ലാതെ കരയാതെ പോയ ആളൊന്നുമല്ല. പുള്ളിക്കാരി പറ്റു വിളിച്ചിരുന്ന് കരഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതേ ശാരിക അനുമോളെടുത്ത് ചോദിക്കുകയാണ് എപ്പോഴും എന്തിനിരുന്ന് കരയുന്നത്. അപ്പോൾ അനുമോള് പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ബേസിക് ക്യാരക്ടർ ഇങ്ങനെയാണ്. എന്നെ ഇവിടുത്തെ കോർഡിനേറ്റർ വിളിച്ചപ്പോഴേ പറഞ്ഞു, ഞാനൊരു BB മെറ്റീരിയൽ അല്ല, എനിക്ക് പറ്റിയ ഒരു ഷോ അല്ല അത്, കാരണം എനിക്ക് പെട്ടെന്ന് സങ്കടവും കരച്ചിലും ഒക്കെ വരുന്ന ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, സങ്കടം വന്നാൽ കരയണം, ഇമോഷൻസ് മൂടി വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് വരൂ എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഉടനെ ശാരിക, അപ്പം നിങ്ങളൊരു BB മെറ്റീരിയൽ അല്ലേ? ഇപ്പം ഞാൻ പറയുന്നു ഞാനൊരു BB മെറ്റീരിയൽ ആണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും ദിവസം ഇവിടെ അതിജീവിച്ചത്. ഞാൻ ഇവിടെ നിന്ന് പലതും പഠിച്ചു, എൻ്റെ കരച്ചിലും ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഞാനൊരു BB മെറ്റീരിയൽ തന്നെയാണെന്ന്. ഇതിൻ്റെ ഇടയിലിരുന്ന് മുൻഷിയും ചൊറിയുന്നുണ്ട്, നല്ലപോലെ മുൻഷിക്കിട്ടും താങ്ങിയിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ പോയി ചൊറിഞ്ഞ് വാങ്ങാനായിട്ട്? ശാരികയ്ക്കൊന്നും ഒട്ടും അസൂയല്ല കേട്ടോ. ഇപ്പോൾ അവിടെ പോയിട്ട് അങ്ങ് ബിഗ് ബോസ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് പോയതാണ്, മറ്റേ ഉരുക്ക് വനിതയായിട്ട്. ശരിക്കും ഒലക്ക വനിതയായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്ന ആളാണ്. എന്നിട്ടിപ്പോൾ അനുമോളെ പോയിട്ട് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ശരിക്കുള്ള ഉരുക്ക് എന്താണെന്നുള്ളത് ഇപ്പോൾ കണ്ടു കാണും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.